Reflex Tech Valleyയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 2.1 ആംപ്ലിഫയർ ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതായത് 100 സബ് ഔട്ട് വരുന്നത് 200 വാട്ട് ആണ്. ഈ ആംപ്ലിഫയറിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. ഈ ബോക്സിൽ ലെഫ്റ്റ് റൈറ്റിൽ വെച്ചിട്ട് ഈ ആംപ്ലിഫയറിൻ്റെ കൂടെ ഉള്ളതല്ല, താഴെ ഞാൻ വില എഴുതുന്നത് ഇതിൻ്റെ കൂടെ ആയിട്ടുള്ള വിലയല്ല, ആംപ്ലിഫയറിൻ്റെ വില മാത്രമായിരിക്കും എഴുതുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ മാത്രമായിരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് ഒരു പ്ലേ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഇത് നമ്മളിവിടെ ചെയ്ത് കൊടുക്കേണ്ടത് തന്നെയാണ്. ഒരു 6 ഇഞ്ച് ബുക്ക് ഷെൽഫ് പോലെ ഡോം ട്യൂട്ടറും, അതായത് 6 ഇഞ്ച് ഊഫറും ഒരു ഡോം ട്യൂട്ടറും വെച്ചിട്ടാണ് നമ്മളൊരു ബുക്ക് ഷെൽഫ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് തന്നെയാണ്. ഈ ആംപ്ലിഫയറിൻ്റെ കൂടെയല്ല, സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഈ ആംപ്ലിഫയറിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ബോർഡായിട്ടുള്ള 2.1 ആണ്. അതായത് സബ് വൂഫറിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് IRF 240 940 ആണ്. ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ട് NJW സീരീസ് ആണ്. 2 ചാനലിന് വേണ്ടി 100 ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ടൊറോഡൽ ട്രാൻസ്ഫോമർ തന്നെ നമ്മൾ പറഞ്ഞു തന്നെ നമ്മുടെ പേരിൽ ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വോൾട്ടേജുകൾ എടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ പവർ സപ്ലൈ ബോർഡ് നമ്മുടെ അടുത്ത് 2-3 മോഡലുണ്ട്. നമുക്ക് 2.1 5.1 അങ്ങനെ മാറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2-3 രീതിയിൽ നമ്മൾ പവർ സപ്ലൈ ബോർഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ പവർട്രിക്കിൻ്റെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. BT ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ബേസ് ട്രെബിൾ കൺട്രോളിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു 2.1 ഒരു ബോർഡാണ്. അത് യൂണിവേഴ്സിൻ്റെ ഒരു BT ബോർഡാണ്. അതിനകത്ത് ബേസ് ട്രെബിൾ, അതുകൂടാതെ സബ് വൂഫറിൻ്റെ വോളിയം, പിന്നെ 2 ചാനലിൻ്റെ വോളിയം എത്രയൊക്കെയാണ് വരുന്നത്. സബ് വൂഫറിന് കുറച്ചും കൂടി ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടി സെപ്പറേറ്റ് നമ്മളൊരു പ്രീ ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് G-Techൻ്റെ ആണ്. ഒരു സബ് വൂഫർ ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ഇരട്ടി പഞ്ച് കിട്ടും. നമുക്കൊരു 10 ഇഞ്ച് 12 ഇഞ്ച് ഒക്കെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടി ബേസ് കൂടുതൽ കിട്ടാനായിട്ട് ഒരു പ്രീ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഇന്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ ടെസ്റ്റ് എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ യൂട്യൂബ് തരുന്ന വീഡിയോസാണ് അല്ലെങ്കിൽ ഓഡിയോസാണ് നമുക്ക് ഇടാൻ സാധിക്കുള്ളൂ. അതിലെന്തെങ്കിലും തെറ്റോ കുറവോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വന്നിരിക്കുന്നത്. ഇത് മാസ്റ്റർ വോളിയാണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെയും അതുപോലെ തന്നെ സബ് വൂഫറിൻ്റെ വോളിയം ഒരേ ടൈമിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ വോളിയം കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് നമ്മൾ 2 ചാനലിൻ്റെ ബേസും ട്രബിളാണ്. ഈ ബേസ് നമ്മൾ സബ് വൂഫറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇത് 2 ചാനലിന് വേണ്ടി ലെഫ്റ്റ് റൈറ്റിലെ ബേസ് ട്രബിളാണ് കൊടുത്തിരിക്കുന്നത്. സബ് വൂഫറിൻ്റെ വോളിയം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചാനലിൻ്റെ വോളിയം സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എൽക്കോണിൻ്റെ ഒരു പവർ ഓൺ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത് കാണുന്നത്. പിന്നെ ഒരു USB പാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാര്യം നല്ല ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്കിത് നാളെ ഒരിക്കലും കംപ്ലൈൻ്റ് ആയാലും ഏത് കടയിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ സെലക്ടറാണ്. ഇത് USB, OX 1, OX 2 അങ്ങനെ 3 ഇൻപുട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇൻബിൽറ്റ് USB തന്നെ FM നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉപയോഗിക്കാം, പെൻ ഡ്രൈവ് ഉപയോഗിക്കാം. 2 ഓക്സിലറി ഇൻപുട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ലോഗോ റിഫ്ലക്സ് വന്നിരിക്കുന്നു. ഇത് വന്നിരിക്കുന്നത് ഗ്ലോസി മാറ്റിലാണ്. ഈ ഭാഗം വന്നിരിക്കുന്നത് ഗ്ലാസ് ടൈപ്പിൽ. ഇത് മാറ്റ് ഫിനിഷിലാണ്. 2 ടോണായിട്ട് തോന്നുന്നുള്ള 2 ബ്ലാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റിയും ഷീറ്റ് തന്നെയാണ് നമ്മളിതിനെ ഇമ്പോർട്ടൻറ്റ് ഷീറ്റ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഇതിൽ നമ്മളിത് 5.1 കിറ്റ് ആയതുകൊണ്ടാണ് 2 ഈ പോർഷൻ നമ്മൾ ക്ലോസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആണ്. അതിൻ്റെ പ്ലസ് മൈനസ് ആണ്. നമ്മൾ ഈ സോക്കറ്റ് ഉപയോഗിച്ചിട്ട് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. AX MX ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതും നല്ലൊരു ക്വാളിറ്റിയുള്ള ബനാന സോക്കറ്റാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഫ്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ടാണ് AC കോഡ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന AC കോഡാണ്. അതായത് നമുക്ക് കടകളിൽ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുന്ന കുറഞ്ഞ കേബിളല്ല. ഇത് നമ്മൾ തന്നെ പറഞ്ഞ് നമുക്ക് എത്രത്തോളം ഗേജ് വേണം, എത്രത്തോളം നീളം വേണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു AC കോഡാണ് ഈ കാണുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു എക്സോസ്റ്റ് ഫാനായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. അടുത്തായിട്ടാണ് ഇത് FM-ൻ്റെ ഒരു ആൻറ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 RCA ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ OX 1, OX 2 അങ്ങനെ 2 അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ പുറകുവശവും വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഷീൽഡ് വയർ കൂടിയാണ് നമ്മൾ കവറിങ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഷീൽഡ് വയറാണ് ഇതിനകത്ത് ഇൻപുട്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന PCBയിൽ ചെയ്തെടുക്കുന്ന ആംപ്ലിഫയർ ബോർഡാണ്. ഇത് 2.1 ഒറ്റ PCBയിൽ തന്നെ ചെയ്തെടുത്താണ്. നമ്മൾ ഇതിനകത്ത് സബിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 4 MOSFET ആണ്. അതായത് 2 പെയർ MOSFET ബ്രിഡ്ജ് ചെയ്തതാണ്. അത് IRF 240 940 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 2 എണ്ണം. പിന്നെ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്
രണ്ട് ചാനലിന് വേണ്ടിയിട്ട് NJW സീരീസ് ആണ്, NJW03, 02, NJW02, 81 അങ്ങനത്തെ രണ്ട് പെയറാണ് ഉപയോഗിച്ചിരിക്കുക. ഇതിനകത്ത് 100 + 100 കിട്ടുന്നത്. സബ് വൂഫർ നമുക്ക് 200 വാട്ടാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ വലിയൊരു ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ഫാനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ യൂണിവേഴ്സലിൻ്റെ ഒരു BT കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുൻപ് ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു BT ആണ്. UPC വെച്ചിട്ടുള്ള IC വെച്ചിട്ടുള്ള BT ആണ്. ഒട്ടും നോയ്സും കാര്യങ്ങളും ഇല്ലാത്തൊരു BT ആണ്. നല്ല ട്രെബിളും അതുപോലെ തന്നെ നല്ല ബേസാണ് കിട്ടുന്നത്. ഇത് 2.1 ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ സബും കൂടിയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സബിന് കുറച്ചുകൂടി ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ G-Techൻ്റെ ഒരു സബ് വൂഫർ ഫിൽറ്റർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ പവർട്രിക്കിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് 2 ചാനലും സബിനുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ. ഇത് സബിന് വേണ്ടിയിട്ടുള്ള ബനാന സോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ ഔട്ട് പ്ലസ് മൈനസ് ആയിട്ട് കൂടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളെ പേരിൽ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 35 നമ്മൾ മെയിൻ വോൾട്ട് എടുത്തിരിക്കുന്നത്. മറ്റുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡ്യുവൽ സപ്ലൈ, സിംഗിൾ സപ്ലൈ ഒക്കെ നമ്മൾ 12012 ആണ് എടുത്തിരിക്കുന്നത്. ഫാനിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് തന്നെ നമ്മളൊരു 12012 എടുത്തിട്ടുണ്ട്. നമ്മുടെ തന്നെ PCBയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 10000-ൻ്റെ 2 50 വോൾട്ട് കപ്പാസിറ്ററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഡ്യുവൽ സപ്ലൈക്ക് വേണ്ടി BTക്കും അതുപോലെ തന്നെ സബ് പ്രീക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യുവൽ സപ്ലൈ ഫാനിന് വേണ്ടി. ഇത്രയൊക്കെയാണ് നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡിൽ ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. പിന്നെ സെലക്ടർ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു USB പാനൽ, അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ഈ ഭാഗത്ത്. ഇത്രയൊക്കെയാണ് മുൻ പാനലും വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പെൻ ഡ്രൈവ് വഴിയാണ് പാട്ട് പ്ലേ ചെയ്തിരിക്കുന്നത്. കാരണം കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ തരുന്ന സോങ്സാണ് കിട്ടുന്നത്. നിലവിൽ കൊടുത്തിരിക്കുന്നത് സബ് വൂഫർ ഇല്ല. ഈ 2 ബോക്സിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്കൊന്ന് സബ് വൂഫർ ഓൺ ചെയ്ത് നോക്കാം. സബ് വൂഫറിൻ്റെ വോളിയം കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് സബ് വൂഫറിൻ്റെ വോളിയം കൂട്ടി നോക്കാം.
ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയലും കണ്ടിരിക്കും, അതുപോലെ തന്നെ ഓഡിയോയും കേട്ടിരിക്കും. ഇതിൻ്റെ വിലയും കാര്യങ്ങളും അതുപോലെ എന്തൊക്കെ ഇൻപുട്ട് എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വില വിവരങ്ങളെല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. കാരണം വെച്ചാൽ ഇത് വീഡിയോയിൽ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ് എല്ലാ ഡീറ്റെയിലും താഴെ എഴുതുന്നത്. അത് നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് കോൾ വിളിക്കാൻ നോക്കുക. കാരണം കോൾ വിളിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് എല്ലാവരും നിങ്ങൾക്കും എനിക്കും മനസ്സിലാവുള്ളൂ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിലും അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.